ഓടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീ ജിനേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജിനേഷ്, ഇത് ചെറിയ കിണറാണെന്നൊക്കെ അറിയുന്നു. അവിടെ നിന്ന് താങ്കൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് എത്രത്തോളം ആഴമുണ്ട്? ഈ ആന നല്ല ഊർജ്ജസ്വലനായി ഇരിക്കുന്നുണ്ടോ? ഇതിനെ രക്ഷിക്കാനുള്ള ദൗത്യം ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? നമസ്കാരം. പിന്നെ ആന കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ട് രാത്രിയായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തില് കുഴപ്പമൊന്നും കണ്ടില്ല. എണീറ്റ് നിൽക്കുന്നുണ്ട്, ഊർജ്ജസ്വലനാണ്, കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 8 മീറ്ററോളം ആഴമേ ഉള്ളൂ അതിന് കിണറിന്. ഇത് ഈ കുറച്ച് കാടുമായിട്ടൊക്കെ ചേർന്ന സ്ഥലമാണ്, പക്ഷെ ഇതിപ്പം ആളുകളൊക്കെ നല്ലവണ്ണം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു പുരയിടം, ഇപ്പൊ ഈ ആന വീണിട്ടുള്ള പുരയിടം എങ്ങനെയാണ്? ഈ ആനകളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണോ ഇത്? വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആനയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ കാട്ടുപന്നീന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്, പിന്നെ കുരങ്ങ്, അങ്ങനെയുള്ള മൃഗങ്ങളെ ഇവിടെ എത്താറുള്ളൂ. അപ്പം കുറച്ചു നാളുകളായിട്ട് ആണ് ഈ കാട്ടാന ശല്യം വ്യാപകമാണ് ഈ മേഖലയിൽ. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിയും നിവേദനവും അതുപോലെ സമര പരിപാടികളൊക്കെ നടത്തിയിരുന്നു. പിന്നെ DFO കഴിഞ്ഞ മാസം ഈ മേഖല തന്നെ, ഈ ആന വീണ ഈ മേഖല തന്നെ സന്ദർശിച്ച് പോയതാണ്. അവിടെ ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നിട്ടുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങുന്നത്. 7 ആനകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഈ മേഖലയിൽ. പകൽ സമയത്തും അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. ഇപ്പോ സ്ഥിരമായിട്ട് ഈ ഫോറസ്റ്റ് മേഖലയിൽ വെള്ളം കുറവുള്ള സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പുഴ സൈഡിലേക്ക് വന്നിട്ട് വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് സ്ഥിരമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോ ഈ 2 ആനകളാണ് ഇപ്പൊ സ്ഥിരമായിട്ട്, ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഓരോ മേഖലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സ്ഥിരമായിട്ട് 2 ആനകൾ വരുന്നുണ്ട്. അതില് ഇപ്പൊ നാട്ടുകാരും ഫോറസ്റ്റുകാരും ഒക്കെ കൂടിയിട്ട് ഓടിച്ച് ഈ ഫോറസ്റ്റിലേക്ക് തന്നെ കയറ്റിവിടുന്ന രീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ ആനയും കിണറ്റിൽ വീഴാനുള്ള സാഹചര്യം അത് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? അവിടെ എല്ലാവരും ഉണ്ടോ? ഫോറസ്റ്റിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരുണ്ടോ? എങ്ങനെയാ നടക്കുന്നത് ഇപ്പോ? അല്ല, ഫോറസ്റ്റുകാര് ശരിക്കും പറഞ്ഞാല് ആനേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചതായിരുന്നു ഇന്നലെ രാത്രി. സാധാരണഗതിയിൽ അങ്ങനെ വിളിക്കാറുണ്ട്. ആനയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങള് ഫോറസ്റ്റ് അതുപോലെ നിലമ്പൂർന്ന് RRC സംഘങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടാണ് ആനയെ ഓടിച്ച് കയറ്റി വിടാറുള്ളത്. അതുപോലെ തന്നെ ഇന്നലെയും ഇവരെ ഞങ്ങൾ വിവരം അറിയിച്ചു. അവര് പാതി വഴി എത്തിയപ്പോ തന്നെ ആന കിണറ്റിൽ വീണ വിവരം ഞങ്ങൾ അവരെ അറിയിച്ചു. അതായത് ഓടിക്കുന്നതിനിടയിലാണോ അത് കിണറ്റി വീണത്? പടക്കം പൊട്ടിക്കും. ഞങ്ങള് ഈ ആനയാണോന്നറിയില്ല, 2 ആനകളാണ് ഉള്ളത്. ഒരാനയെ ഓടിച്ച് വേറെ ഭാഗത്തേക്ക് കയറ്റി വിട്ടു. ഇത് വേറൊരു ഓടിച്ചു വിട്ടതിന്റെ മറ്റൊരു ഭാഗമാണ്. അവിടെ ചിലപ്പോ കൂടത്തിലുണ്ടായിരുന്ന ആന ആയിരിക്കാം, അത് കിണറ്റിൽ വീഴുകയുണ്ടായത്. ശരി, ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് വെളിച്ചത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാണുമല്ലോ ഇത്രയും നേരം. ഇപ്പൊ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ഇല്ല, രക്ഷാപ്രവർത്തനം ഒന്നും ആയിട്ടില്ല. അത് ഫോറസ്റ്റ് അധികൃതർ അവരുടെ ചില കാര്യങ്ങളുണ്ടല്ലോ, നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവര് ചെയ്യുള്ളൂ. തൽക്കാലം കരക്ക് കയറ്റാനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും കരക്ക് കയറ്റും. അതിനിപ്പോ നാട്ടുകാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കരക്ക് കയറ്റി ഇവിടെ തന്നെ വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് മറ്റു കൊങ്കിയാനയോ മറ്റോ മയക്കോടിയൊക്കെ വെച്ചിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ ആന ഇനി ഇങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനിപ്പം കയറ്റി JCB കൊണ്ട് മണ്ണ് മാറ്റി കയറ്റി വിടാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് ജനവാസ മേഖലയാണ്. ഇവിടെ തന്നെ കയറ്റി വിട്ടാല് നാളെയും ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇതിന് തുറന്നു വിടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, അല്ല ഇനിയിപ്പോ ഇവിടെ തന്നെ തുറന്നു വിടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും. ശരി, ജിനേഷാണ് വിവരങ്ങൾ നൽകിയത്. ഓടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇന്നലെ രാത്രി ഈ ആന ഇറങ്ങിയതിനെ